പരിപാവനമായ ബറാഅത്ത് രാവ്, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ കാത്തിരിക്കുന്ന അതിശ്രേഷ്ഠമായ രാവാണ്. ആ രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് 3 യാസീൻ ഓതുക. നമ്മൾ ഇന്നലെ യാസീൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് സൂറത്തു ദുഹാൻ ഓതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സൂറത്തു ദുഹാൻ ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ നാളെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന ബറാഅത്ത് രാവ്, മറ്റന്നാൾ തിങ്കളാഴ്ച നമ്മൾ പിടിക്കുന്ന സുന്നത്തായ ബറാഅത്തിൻ്റെ നോമ്പ്, ഈ 2 അമലുകൾ, ആ രാവിലെ ചെയ്യുന്ന അമലിലും പിന്നീട് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പും, ഇതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ 11 വിഭാഗം ആളുകളിൽ പെടാൻ പാടില്ല. 11 വിഭാഗം ആളുകളിൽ പെട്ടുപോയാൽ നമ്മുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. അപ്പോൾ വിശദമായി നമുക്ക് ഈ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ബറാഅത്ത് രാവിൻ്റെ അന്ന് ഇബാദത്തുകൾ അധികരിപ്പിച്ചാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന വമ്പൻ പ്രതിഫലമുണ്ട്. വലിയൊരു ഓഫറാണ് അത്. ഈ ഒരു സമയത്ത് മാത്രമേ കിട്ടൂ, പിന്നെ ഇത് കഴിഞ്ഞാൽ കിട്ടൂല. അതുകൊണ്ട് ആ ഓഫർ നമ്മൾ എന്തായാലും വാങ്ങണം. നബിതങ്ങൾ ബറാഅത്ത് രാവിൽ മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഓഫർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണ് ആ ഓഫർ എന്ന് നമുക്ക് കേൾക്കാം. അതെങ്ങനെയാണ് കരസ്ഥമാക്കേണ്ടതെന്ന് നമുക്ക് പഠിക്കാം. കൂടാതെ നാളെ ബറാഅത്ത് രാവ് വരുമ്പോൾ ഇന്ന് മുതൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ചില ദിക്റുകൾ, പറയേണ്ട ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, മറ്റ് തസ്ബീഹുകളുണ്ട്. എല്ലാം ഒന്നിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണം. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ലോകത്തും നാളെ പരലോകത്തും എല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കട്ടെ. ഒരുപാട് പ്രയാസ പ്രതിസന്ധികളിലൂടെയാണ് നമ്മളിൽപ്പെട്ട പല ആളുകളും കടന്നു പോകുന്നത്. ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ക്യാൻസർ രോഗമാണ്, ദ്വാരക്കാൻ പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ 2 മക്കളാണ്, 2 പേർക്കും പലവിധ ക്യാൻസറാണ്. അതുപോലെ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ, കരളിന് അസുഖമുള്ളവർ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, നമ്മൾ കേൾക്കാത്ത, നമ്മൾക്ക് മരുന്നില്ലാത്ത ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നൊരു കാലമാണ്. കരുണാവാരിധിയായ പടച്ചവൻ നമ്മൾ ഈ വരുന്ന ബറാഅത്തിൻ്റെ പുണ്യമായ ദിനങ്ങൾ, നമ്മൾ ആ ചെയ്യുന്ന ഇബാദത്തുകളുടെയൊക്കെ ഫലം കൊണ്ട് അല്ലാഹു തആല എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, ഇന്ന് ശനിയാഴ്ച, ഇന്നത്തെ മഗ്‌രിബോട് കൂടിയാണ് അവർക്ക് ബറാഅത്ത് രാവ് പ്രവേശിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രവാസികളായ ആളുകളുണ്ട്. അവരൊക്കെ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പ്രവാസികളായ മുഴുവൻ ആളുകളുടെയും, എല്ലാ സഹോദരന്മാരുടെയും സഹോദരങ്ങളുടെയും ജീവിതത്തിൽ ഖൈർ കൊടുക്കട്ടെ, എല്ലാവിധ സമാധാനവും കൊടുക്കട്ടെ. ഒരുപാട് പേര് ജോലിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നത്തിലാണ്, ശമ്പളം കിട്ടുന്നില്ല, പെൻഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു എല്ലാവിധത്തിലുള്ള ഖൈറും സലാമത്തും എളുപ്പവും ജോലിയിലുള്ള എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്ന് മഗ്‌രിബോട് കൂടി ഗൾഫിലുള്ള ആളുകൾക്ക് ബറാഅത്ത് രാവ് പ്രവേശിക്കുന്നു. നാളെ ഞായറാഴ്ച പകലാണ് അവർക്ക് ബറാഅത്ത് നോമ്പ്. നമുക്ക് നാളെ ഞായറാഴ്ച മഗ്‌രിബോട് കൂടി ബറാഅത്ത് രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മറ്റന്നാൾ തിങ്കളാഴ്ച പകലാണ് നമുക്ക് ബറാഅത്തിൻ്റെ നോമ്പുള്ളത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ ബറാഅത്ത് രാവാണ്. അപ്പോൾ ഈ ബറാഅത്ത് രാവിൽ നമ്മൾ സൂറത്ത് യാസീൻ ഓതണം എന്ന് പറഞ്ഞു. 3 യാസീൻ നമ്മൾ ഓതാറുണ്ട്. ആ യാസീൻ ഓതേണ്ടത് ഏതിനൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യാസീൻ ഓതേണ്ടത്, അതുപോലെ യാസീൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്, അതുപോലെ തന്നെ ഈ യാസീൻ ഓതുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. അത് കണ്ടോതണോ, കാണാതെ ഓതണോ, വുദു വേണോ, അതുപോലെ തന്നെ ഓതാൻ പറ്റാത്തവരെന്ത് ചെയ്യും, അതുപോലെ ഓതാൻ അറിയാത്തവരെന്ത് ചെയ്യും, അതുപോലെ തന്നെ യാസീൻ ഓതുന്ന സമയത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരമായിട്ട് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ യാസീനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദീകരണം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ് കേട്ടാൽ ഇൻഷാ അല്ലാഹ് യാസീൻ ഓതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറും. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് യാസീൻ ഓതുന്നതോടൊപ്പം തന്നെ നമ്മൾ സൂറത്തു ദുഹാനും ഓതേണ്ടതുണ്ട്. സൂറത്തു ദുഹാൻ അല്ലേ, അതായത് നാളെ ഞായറാഴ്ച, നാളെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന ബറാഅത്ത് രാവിൽ നമ്മൾ സൂറത്തു ദുഹാൻ ഓതണം. സൂറത്തു ദുഹാൻ എത്രയോ ശ്രേഷ്ഠതയുള്ള സൂറത്താണ്. വിശുദ്ധമായ ഖുർആനിലെ
44-ാമത്തെ സൂറത്താണ്, 59 ആയത്തുകളുള്ള സൂറത്താണ്. ദുഖാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പുക എന്നാണ്. അതായത് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട, അതുപോലെ ഒരുപാട് നരക ശിക്ഷയുമായി ബന്ധപ്പെട്ട, സ്വർഗത്തിൻ്റെ അനുഭൂതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നൊരു സൂറത്താണ്. ദുന്യാവ്, ആഖിറം, നരകം, സ്വർഗം, ശിക്ഷ, നന്മ, തിന്മ, ഖിയാമത്ത് നാളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പേടിപ്പെടുത്തുന്ന ഒരു അധ്യായം തന്നെയാണെന്ന് പറയാം സൂറത്ത് ദുഖാൻ. പക്ഷേ സൂറത്ത് ദുഖാൻ ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഹാമീൻ ദുഖാൻ ഫീ ലൈലത്തുൽ ജുമുഅ ഗുഫിറ ലഹു എന്നാണ്. ഒരാൾ വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് ദുഖാൻ ഓതിയാൽ അവൻ്റെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പിന്നെയോ മൻ ഖറഅ ഹാമീൻ ദുഖാൻ ഫീ ലൈലത്തിൻ അസ്ബഹ യസ്തഗ്ഫിറു ലഹു 70 അൽഫ മലക്കിൻ. അതായത് ഒരു മനുഷ്യൻ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സൂറത്ത് ദുഖാൻ ഓതിയിട്ട് കിടന്നാൽ 70,000 മലക്കുകൾ അവനിക്ക് വേണ്ടി പാപമോചനം തേടും, രാവിലെ വരെ അവനിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്നെല്ലാം നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. അപ്പോൾ സൂറത്ത് ദുഖാൻ ഓതിയാൽ ഒരുപാട് പൈശാചികമായ ഉപദ്രവം, അതുപോലെ തന്നെ പിന്നെ സൂറത്ത് ദുഖാൻ ഈ ശഅബാൻ 1 മുതൽ 14 അതായത് നാളെ വരെ, ശഅബാൻ 1 മുതൽ നാളെ വരെ സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ 15 പ്രാവശ്യം ഓതുകയും, നാളെ അതായത് ബറാഅത്ത് രാവിൻ്റെ അന്ന് ഒരു മനുഷ്യൻ സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ 30 പ്രാവശ്യം ആവർത്തിച്ചോതുകയും ഒരു പ്രാവശ്യം സൂറത്ത് ദുഖാൻ മുഴുവനായി ഓതിയാൽ അവനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം, അവൻ എന്ത് കാര്യം ചോദിച്ചാൽ, അവൻ അത് ഓതിയിട്ട് എന്ത് കാര്യം അള്ളാഹിനോട് ചോദിച്ചാലും അത് ഹലാലാണോ, അത് അവനിക്ക് ഖൈറാണോ എങ്കിൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. ദുന്യാവിൻ്റെ പ്രശ്നങ്ങൾ, കടങ്ങൾ, ഇടങ്ങേറുകൾ അള്ളാഹു മാറ്റും. മരണസമയത്ത് പിശാചിനെ അള്ളാഹു തആല അവനിലേക്ക് അടുപ്പിക്കില്ല. അതുപോലെ ആഖിറത്തിൽ വലിയ പ്രതിഫലമാണെന്നൊക്കെ നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നാളെ നമുക്ക് ബറാഅത്ത് രാവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സൂറത്ത് ദുഖാൻ ഇന്ന് മഗ്രിബോട് കൂടി ഒരു 15 പ്രാവശ്യം സൂറത്ത് ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഓതിയാൽ, അങ്ങനെ ഓതാൻ പറ്റിയാൽ അൽഹംദുലില്ലാ വളരെ റാഹത്തായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ അല്ലാഹു തആല തരും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ബറാഅത്ത് രാവ് അല്ലേ, ശഅബാൻ 15-ാം രാവ്, ബറാഅത്ത് രാവ്. മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയുകയാണ്, 5 രാത്രികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ ദുആ സ്വീകരിക്കുന്നതാണ്. ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാലിൻ. 5 രാത്രികളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. അതിൽ ഒന്നാമതായി മഹാനവറുകൾ പറയുന്നു, ലൈലത്തുൽ ജുമുഅ രാവാണ്. അതായത് വെള്ളിയാഴ്ച രാവിൽ ഒരാൾ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. പക്ഷെ അത് ദുആ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം. വെറുതെ അവിടെ ഇവിടെയൊക്കെ നോക്കി കുറേ ഹറാമൊക്കെ ചെയ്തിട്ട് ദ്വാരക്കലല്ല. നമ്മൾ എന്ത് ചെയ്യുക, ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഭക്ഷണം ഹലാലാവണം, നമ്മുടെ വസ്ത്രം ഹലാലാവണം, നമ്മൾ കുടിക്കുന്ന വെള്ളം ഹലാലാവണം, അതുപോലെ തന്നെ നമ്മുടെ സംസാരമൊക്കെ ക്ലിയർ ആക്കണം, അതിനുശേഷം ഇബാദത്തുകൾ ഉണ്ടാവണം, എന്നിട്ട് വേണം ദ്വാരക്കാൻ, എന്നാലും ദ്വാ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ വീണ്ടും മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ലൈലത്തുൽ അദ്ഹ, വലിയ പെരുന്നാളിൻ്റെ രാവിലെ ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. ലൈലത്തുൽ ഫിത്ർ, ചെറിയ പെരുന്നാളിൻ്റെ രാവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം, ആഹ്ലാദവും, ചിലപ്പോൾ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു തിരക്കിൽ നമ്മൾ ദുആ ചെയ്യാൻ തന്നെ മറന്നു പോകും. പക്ഷേ ആ സമയത്തുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അതുപോലെ മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, 4-ാമത്തേത് ലൈലത്തു അവ്വലു റജബ് മാസത്തിൻ്റെ ആദ്യത്തെ പ്രഥമ രാത്രി, ആ രാത്രിയിൽ ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ ദുആ സ്വീകരിക്കും. 5-ാമത്തേത് ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, അതായത് നാളെ നമ്മളിലേക്ക് കടന്നു വരുന്ന പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് മഗ്രിബോട് കൂടി തുടങ്ങുകയാണ്. നമുക്ക് നാളെ മഗ്രിബോട് കൂടി കടന്നു വരുന്ന ബറാഅത്ത് രാവ്. ആ ബറാഅത്ത് രാവിൽ ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. അള്ളാഹു തആല അത് നമുക്ക് ദുആ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്കാൻ പറ്റിയ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് ദിക്റുകളുണ്ട്, ഇൻഷാ അല്ലാഹ് സമയം പോലെ എല്ലാം പറയാം. ആദ്യത്തെ ഒരു ദിക്ർ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ കരീം എന്ന ദുആ. വലിയ ശ്രേഷ്ഠതയുള്ള ദുആയാണ്. ഇന്നും നാളെയും അതുപോലെ ബറാഅത്തിൻ്റെ ദിനത്തിൻ്റെ അന്നും ഒക്കെ നമ്മൾ അധികരിപ്പിക്കേണ്ട ദുആ ദിക്റുകളിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം. ഒരു 7 പ്രാവശ്യം നമുക്ക് പറയാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വിജയിച്ചു. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീം.
അല്ലാഹുവ ഇന്നക നിശ്ചയമായും നീ അഫൂവുൻ കരീം, നീ മാന്യനായ പുറത്തു തരുന്നവനാണ്, അല്ലെ മാന്യതയുള്ളവനാണ്, നീ പുറത്തു തരുന്നവനാണ്. അതായത് ഈ ബറാഅത്ത് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിലേക്ക് കൂടുതൽ ഇറങ്ങി വരുന്ന രാത്രിയാണ്. ഇറങ്ങി വന്നിട്ട് ചോദിക്കും, അടിമകളെ നിങ്ങൾ ചോദിക്കും, ഞാൻ തരാം, നിങ്ങൾ ചോദിക്കും, ഞാൻ തരാമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാമല്ലോ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ബറാഅത്ത് രാവിൽ അല്ലാഹു തആല എത്രമാത്രം പുണ്യമാണ് ഈ നമ്മുടെ സമുദായത്തിന് നൽകുന്നതെന്നറിയോ? അതായത് ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല യർഹമു ഉമ്മത്തി, നബി തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിന് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യും, കരുണ ചെയ്യും, ഫീ ഹാദിഹിൽ ലൈല, ഈ ഒരു രാവിൽ, ബിഅദദി ശഅരി അഗ്നാമി ബനി കൽബ്, ബനു കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതൽ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യും. എന്ന് വെച്ചാൽ ഈ കൽബ് ഗോത്രക്കാരെന്ന് പറഞ്ഞ ഒരു ഗോത്രക്കാരുണ്ട്, അവരുടെ ആടുകൾക്ക് ശരീരത്തിൽ ഭയങ്കര രോമം, സാധാരണ ആടിനേക്കാൾ വ്യത്യസ്തമായിട്ട് നല്ല രോമമാണ്. അപ്പോൾ നബിതങ്ങളൊരു എന്താ പറയുക, ഒരു അധികരിപ്പിച്ച് പറഞ്ഞതാണ്. അതായത് അത്രമാത്രം റഹ്മത്ത് അല്ലാഹു തആല ചെയ്യുമെന്നല്ല, അല്ലാതെ ഓരോ രോമത്തിനനുസരിച്ച് കരുണ ചെയ്യുമെന്നല്ല, അത്രമാത്രം അല്ലാഹു തആല അകമഴിഞ്ഞ് റഹ്മത്ത് ചെയ്യുന്ന ഒരു രാത്രിയാണ് ബറാഅത്തിൻ്റെ രാത്രി, ബറാഅത്ത് രാവ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉപ്പമാരെ നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ഈ ദുആകൾ പറയുക, ദിക്റുകൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഒരു മനുഷ്യൻ ഈ ബറാഅത്ത് രാവ്, നാളെ വരുന്ന ബറാഅത്ത് രാവിൽ ഒരാൾ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്താൽ, അല്ലാഹു തആലക്ക് ദുആ ചെയ്താൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് എന്താണെന്നറിയോ? ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. പിന്നെയോ ബറാഅത്തും മിനദ്ദുനൂബ്, പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ്. പിന്നെയോ ബറാഅത്തും മിനൻ നിഫാഖ്, അവൻ്റെ കാപട്യത്തിൽ നിന്നുള്ള അതിൽ നിന്നുള്ള മോചനമാണ്. അതുപോലെ തന്നെ ബറാഅത്തും മിനൽ അദാബ്, ശിക്ഷകളിൽ നിന്നുള്ള മോചനമാണ് എന്നൊക്കെ നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ മറ്റ് മുഫസ്സിരീങ്ങൾ മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചു തരുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യുക, ആ ബറാത്ത് രാവ് ആവട്ടെ, ബ്രാത്ത് രാവ് എന്നല്ല, ബറാത്ത് രാവ് എന്നാണ് കേട്ടോ, ബ്രാത്ത് എന്നല്ല, ബറാഅത്ത് എന്നാ പറയുക. അപ്പോൾ ഈ ബറാഅത്ത് രാവ് ആവട്ടെ, എന്നിട്ട് ദുആ ചെയ്യാം, എന്നിട്ട് ഇസ്തിഗ്ഫാർ പറയാം എന്നല്ല, ഇപ്പോഴേ നമ്മൾ ഇസ്തിഗ്ഫാർ പറഞ്ഞു തുടങ്ങുക, നമ്മൾ ദുആ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഈ ബറാഅത്ത് രാവിലും അതല്ലാത്ത സമയത്തൊക്കെ നമുക്ക് അധികരിപ്പിക്കാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് ദിക്റുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് ദിക്റും സ്വലാത്തും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ ബറാഅത്ത് രാവിലും അതിൻ്റെ പകലിലൊക്കെ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ കരീം, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ കരീം, അതൊന്ന്. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ കരീം, അതൊന്ന്. രണ്ടാമത്തേത് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദൂ അനാത്തിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ഒരു ദിക്ർ 70 പ്രാവശ്യം ബറാഅത്ത് രാവിൻ്റെ അന്ന് പറയേണ്ട. ആ രാവിലെ പറഞ്ഞാൽ വലിയ കൂലിയാണ് അല്ലാഹു തആല നൽകുന്നത്. പിന്നെയോ മറ്റൊരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക. അല്ലാഹുവിൻ്റെ ഇസ്മ അടങ്ങിയ ഒരു വലിയ വചനമാണ്, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വചനമാണ് പറയുന്നത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഇതെത്ര 100 വട്ടം നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ദിക്റാണ് ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ. ആ ദിക്റും വളരെ ശ്രേഷ്ഠതയാണ്. അപ്പോൾ ഈ ദിക്റും പറയാൻ ശ്രമിക്കുന്നതോടൊപ്പം 100 പ്രാവശ്യം പറയാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ സ്വലാത്ത് ചൊല്ലുക. അറിയാവുന്ന സ്വലാത്ത് ചൊല്ലാം. ഏത് സ്വലാത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ പ്രതിഫലം കിട്ടുന്നൊരു സ്വലാത്താണല്ലോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഈ ഒരു സ്വലാത്ത് അതൊരു 100 വട്ടം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ അല്ലാഹു മാറ്റും. പിന്നെ നമുക്ക് അറിയാവുന്ന ദിക്റുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതൊരു ദിക്റാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അതൊരു ദിക്റാണ്. അതുപോലെ തന്നെ മറ്റൊരു ദിക്റാണ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. നരകത്തെ തൊട്ടുള്ള മോചനത്തിന് നമ്മൾ ചെയ്യുന്ന ദുആയാണല്ലോ.
അപ്പോൾ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ നമ്മൾ 3 വട്ടം നാളെ പാരായണം ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ സൂറത്ത് ദുഹാൻ ഓതാൻ വിട്ടുപോകരുതേ. നിസ്കാരങ്ങളുടെ കാര്യം കൃത്യമാക്കണേ. നിസ്കാരമൊന്നുമില്ല, 3 യാസീൻ ഓതി ദ്വാരന്നു, അതുകൊണ്ട് കാര്യമില്ല. നിസ്കാരം വേണം, സുന്നത്ത് നിസ്കാരം വേണം. അതുപോലെ തന്നെ നമ്മൾ ഹലാലായ ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്, ഹലാലായ വെള്ളമായിരിക്കണം കുടിക്കേണ്ടത്, ഹലാലായതാണെങ്കിലും പറയേണ്ടത്, അല്ലെ? നല്ലത് പറയുക, നല്ലത് കേൾക്കുക, നല്ലത് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയപ്പെട്ട ദിക്റുകൾ കൂടി പറയുക, സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് ദുആ ചെയ്യുക. വിശുദ്ധമായ ഖുർആനിൽ ഒരല്പമെങ്കിലും നമ്മൾ ഓതാൻ ശ്രമിക്കണേ. ഇന്നത്തെ രാത്രിയും നാളത്തെ രാത്രിയും ഹയാത്താക്കാൻ പറ്റിയാൽ വലിയ ഖൈറാണ്. എന്താ ഉസ്താദി ഹയാത്താക്കുക? ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ രാത്രി ഇബാദത്ത് എടുക്കുക. ഉറക്കം നിന്നിട്ട് വേണോ ഇബാദത്ത് എടുക്കാൻ? ഉറക്കം നിന്ന് ഇബാദത്ത് എടുക്കണം എന്നൊന്നും പറയുന്നില്ല, നമുക്ക് പറ്റുന്ന രൂപത്തിൽ. ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ഉറങ്ങുന്നത് ഒരു 10 മണി 10:30 11 മണിക്കൊക്കെ കിടക്കുമെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാത്രിയോ ഒരു 12 മണി വരെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു 12:30 വരെ എന്താണ് വെറുതെ ഇരിക്കലല്ല, അല്ലെങ്കിൽ വെറുതെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കലല്ല. എന്ത് ചെയ്യുക? വിശുദ്ധമായ ഖുർആൻ ഒരല്പമെങ്കിലും കൂടുതൽ ഓതാൻ, സാധാരണ ഓതുന്നതിനേക്കാൾ ഒരല്പം കൂടുതൽ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ പേരാണ് ഹയാത്താക്കുക എന്നുള്ളത്. ഒരല്പം ഖുർആൻ കൂടുതൽ ഓതുക, അല്ലെങ്കിൽ എന്താണ് ഒരു 3 റക്അത്ത് 4 റക്അത്ത് നമുക്ക് പറ്റുന്ന രൂപത്തിൽ നിസ്കരിക്കുക. 3 4 5 നമുക്ക് പറ്റുന്ന രൂപത്തിൽ നിസ്കരിക്കുക. ഫിത്ർ നിസ്കാരങ്ങൾ ഒരു അധികരിപ്പിച്ച് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ രാത്രി വെറുതെ നിന്ന് നിസ്കരിക്കുക. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അധികരിപ്പിച്ചാൽ ഇൻഷാ അള്ളാഹ് നമുക്കെന്താണ് ഈ ഒരു പുണ്യമായ ബറാഅത്തിൻ്റെ രാത്രി നമുക്ക് അനുകൂലമാകും. ബറാഅത്ത് ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ബറാഅത്ത് രാവിലൊക്കെ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആമീൻ. അപ്പോൾ നാളെ നമുക്ക് ബറാഅത്ത് രാവാണ്. ബറാഅത്തിൻ്റെ ഈ പുണ്യമായ രാവിലും അതുപോലെ തന്നെ പകലിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കണോ എങ്കിൽ 11 വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോവാൻ പാടില്ലെന്നാണ്. 11 വിഭാഗത്തിൽ നമ്മൾ ബറാഅത്തിൻ്റെ രാവിലോ പകലിലോ പെട്ടുപോയാൽ നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല. അത് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കണേ. 11 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് നമ്മൾ ആ ഒരു സ്വഭാവം മാറ്റേണ്ടതാണ്. എന്തെങ്കിലും ഒരു മോശപ്പെട്ട സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് മാറ്റേണ്ട. ഒന്നാമത്തെ സ്വഭാവം, ഈ 11 വിഭാഗം ആളുകളുടെ അമലുകളൊന്നും അള്ളാഹു ബറാഅത്ത് രാവിലല്ല, റമളാൻ 27 ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണെങ്കിലും അള്ളാഹു സ്വീകരിക്കില്ലെന്നാണ്. അപ്പോൾ ഏതൊക്കെയാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു തആല യഗ്ഫിറു ലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു തആല യഗ്ഫിറു ലി ജമീഇൽ മുസ്ലിമീന ഫീ തിൽക്കൽ ലൈല. അല്ലാഹു തആല മുഅ്മിനീങ്ങളായ മുഴുവൻ ആളുകൾക്കും അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. അവർക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യും. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും പുറത്തു കൊടുക്കുമെന്നാണ്. മുസ്ലിമീങ്ങൾക്ക് മുഴുവനും പുറത്തു കൊടുക്കും. ചില ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കില്ല. അതിൽ 4 വിഭാഗം ആളുകളെയാണ് റൂഹുൽ ബയാൻ എന്ന കിതാബിൽ എണ്ണുന്നത്. പക്ഷേ മറ്റ് കിതാബുകളിൽ വേറെയും ചില ആളുകൾ, ഏകദേശം ഒരു 11 വിഭാഗം ആളുകളുണ്ട്. ഇവരുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ്. എന്നിട്ട് ഒന്നാമതായി പറയുന്നു, ഷാരിബുൽ ഖംറ്, കള്ളുകുടിയനാണ്, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവനാണ്. കള്ളുകുടി, കഞ്ചാവ്, മയക്കുമരുന്ന്, അല്ലെങ്കിൽ സ്റ്റാമ്പ്, ചില മുറിവുണ്ടാക്കിയിട്ട് സ്റ്റാമ്പ് ഒട്ടിക്കും, ലഹരിയാണ്. അതുപോലെ കണ്ണിൽ തുള്ളിമരുന്ന് ഒറ്റിക്കും, നാവിൽ മൂക്കിലൊക്കെ തുള്ളിമരുന്ന് രൂപത്തിൽ ഈ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ കള്ളുകുടിയും ലഹരി വസ്തു ഉപയോഗിക്കുന്നവരിലും അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവില്ല. അത് ഉപയോഗിച്ചിട്ട് അവർ ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിലും അള്ളാഹുവിൻ്റെ ശാപമായിരിക്കുമെന്നാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. ആമീൻ. രണ്ടാമത്തേത് അഖുൽ വാലിദൈൻ, ഉമ്മാനെ വാപ്പാനെയൊക്കെ വെറുപ്പിക്കുന്ന ആളുകൾ, അവരുടെ ശാപം വാങ്ങിയവർ, അല്ലേ? അവരെ ഉപദ്രവിക്കുന്നവർ, തെറി പറയുന്നവർ, അവരിട്ട് ഇടങ്ങേറാക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല. അത് കഅബയുടെ കില്ല പിടിച്ചിട്ട് ദുആ എന്നാലും അള്ളാഹു ആ ദുആ സ്വീകരിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലേ? ഒരു മനുഷ്യൻ മാതാപിതാക്കളിട്ട് ഇടങ്ങേറാക്കിയാൽ അവനിക്ക് ദുന്യാവിൽ തന്നെ അള്ളാഹു തആല 3 ശിക്ഷ കൊടുക്കുമെന്നാണ്. ഒന്നാമത്തേത് മോശം മരണമായിരിക്കും അവനിക്ക് ഉണ്ടാവുക. രണ്ടാമത്തേതോ അവൻ്റെ ആയുസ് അള്ളാഹു തആല ചുരുക്കി കളയുമെന്നാണ്. മൂന്നാമത്തേത് അവൻ്റെ മക്കൾ മോശമായി മാറുമെന്നാണ്. അപ്പോൾ 3 ശിക്ഷ തന്നെ അള്ളാഹു തആല ദുന്യാവിൽ വെച്ച് കൊടുക്കുമെന്നാണ്. അള്ളാഹു റബ്ബ് നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഖാത്തിഉർ റഹം, കുടുംബ ബന്ധം, സ്നേഹബന്ധം മുറിച്ച ആളുകൾ, ഉമ്മാനോട് പിണങ്ങിയ ആളുകൾ, വാപ്പാനോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോടൊക്കെ പിണങ്ങിയ ആളുകളുണ്ടാകും. ആ പിണക്കമൊക്കെ അങ്ങോട്ട് മാറ്റിയേ കിട്ടോ. പിണക്കം മാറ്റാതെ നാളെ ബറാഅത്ത് രാവിനെ സ്വീകരിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. അതിൻ്റെ പുണ്യമൊന്നും അള്ളാഹു തരില്ല. അള്ളാഹു കാക്കട്ടെ. പിന്നെയോ
പിണങ്ങിയ ആളുകൾ, സഹോദരന്മാരോടൊക്കെ പിണങ്ങിയ ആളുകൾ ഉണ്ടാവാം. അപ്പോൾ ആ പിണക്കങ്ങൾ മാറ്റുക. ഒരു സലാം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാകുള്ളൂ. പക്ഷെ നമ്മളത് ഇങ്ങനെ ഊതി വീർപ്പിച്ച് വലിയ എന്തോ പ്രശ്നമാക്കി മാറ്റിയിരിക്കുക, അങ്ങനെയല്ല. പിന്നെയോ മറ്റൊരു വിഭാഗമാണ് നമ്മാം, അതായത് നമീമത്ത് പറയുന്ന ഏഷണി, പരദൂഷണം, മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നടക്കുന്നവർ. അത് ഇന്നത്തെ കാലത്ത് പറഞ്ഞു നടക്കലല്ല, ഇന്നത്തെ കാലത്ത് ഷെയർ ചെയ്യുകയാണല്ലോ. എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്ത് അപ്പം തന്നെ അത് ഷെയർ ചെയ്യുന്ന സ്വഭാവം, അത് പാടില്ല. അഞ്ചാമത്തേത് ഖാഹിൻ, അതായത് ജോത്സ്യപ്പണി ചെയ്യുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിർത്തിയിട്ട് അത് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനോട് തൗബ ചെയ്യും. എന്നാലേ അവർ ചെയ്യുന്ന ഈ അമലുകൾ അള്ളാഹു സ്വീകരിക്കും. ആറാമത്തേത് സാഹിർ, സിഹർ ചെയ്യുന്ന ആളുകൾ. സിഹർ ചെയ്യുന്നവർ, അതുപോലെ തന്നെ സിഹർ ചെയ്യാൻ പറയുന്നവർ, അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്നവർ, അവരുടെയും അമൽ അള്ളാഹു സ്വീകരിക്കില്ല. മറ്റൊരു ഏഴാമത്തെ വിഭാഗം ശത്രുത, കുശുമ്പ്, കുഞ്ഞായ്മ, അസൂയ, ദേഷ്യം, മറ്റുള്ളവരോടുള്ള വെറുപ്പൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരെ നിങ്ങളുടെ ആ സ്വഭാവം മാറ്റാതെ അള്ളാഹു താല നിങ്ങളുടെ ദുആ സ്വീകരിക്കില്ല. അതുപോലെ ബറാത്ത് രാവിൻ്റെ പുണ്യം കിട്ടില്ല. എട്ടാമത്തേത് ആത്മഹത്യ ചെയ്ത ആളുകൾ, അല്ലേ, വിഷം കുടിച്ച് ട്രെയിനിന് തലവെച്ച് തൂങ്ങി മരിച്ച് നരമ്പ് മുറിച്ച് വെള്ളത്തിൽ ചാടിയൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊന്നും ഈ ബറാത്തിൻ്റെ രാവിലെ എന്തെങ്കിലും അവർ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയൊന്നും അവർക്ക് കിട്ടില്ല. ഒമ്പതാമത്തേത് സാനിൻ, മോശത്തരം, അശ്ലീല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ട് മോശത്തരം പറയുന്ന ആളുകൾ, കേൾക്കുന്ന ആളുകൾ, അവരുടെയും ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങും. അള്ളാഹുവെ പടച്ചവന് പറ്റിപ്പോയി റബ്ബേ, നീ പുറത്തു തരണേ അല്ലാ എന്ന് നമ്മൾ അകമഴിഞ്ഞ് ദ്വാരക്കുക. അതുപോലെ പത്താമത്തേത് മുബത്തദ, പുത്തൻവാദികൾ. നീ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യില്ല, അവർക്ക് തോന്നിയതുപോലെ അവർക്ക് ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ, അവരുടെ അമലും അള്ളാഹു സ്വീകരിക്കില്ല. 11ാമത്തേത് ഷിർക്ക് വെക്കുന്ന ആളുകൾ, അള്ളാഹു അല്ലാതെ മറ്റുള്ളവർ ആരാധിക്കുന്നവർ, അവരുടെയും അമലുകൾ അള്ളാഹു താല ഈ പരിശുദ്ധമായ ദിനത്തിൽ രാവിലെ സ്വീകരിക്കില്ലെന്നാണ്. അപ്പോൾ 11 വിഭാഗം ആളുകളുടെ അമലുകൾ അള്ളാഹു താല സ്വീകരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 11 വിഭാഗം ആളുകൾ ആരൊക്കെയാണെന്ന് വിശദീകരിച്ചു. സൂറത്ത് ദുഖാൻ ഓതണം, സൂറത്ത് ദുഖാൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു. പിന്നെ പറയേണ്ട ചില ദിക്റുകളും സ്വലാത്തുകളും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവ് വരുമ്പോൾ അതിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ച് ഒരുപാട് നന്മകൾ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾ പരമാവധി നമ്മുടെ മജ്‌ലിസുകളിൽ പങ്കെടുക്കുക, മറ്റുള്ളവർക്ക് കൂടി ഈ മജ്‌ലിസിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകൾ അള്ളാഹു തആല എളുപ്പത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ, +1 +2 ഡിഗ്രി ഒക്കെ എഴുതുന്ന, SSLC പരീക്ഷകൾ എഴുതുന്ന ഒരുപാട് മക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മദ്രസയിൽ പരീക്ഷ നടക്കുന്നവർ നടന്നു കഴിഞ്ഞു, അള്ളാഹു തആല ഉന്നതമായ വിജയം കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.